അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കാസ ഭീകരൻ അങ്ങനെ ഒരു സ്ത്രീയെ അടിച്ചു കൊന്നു. കാസ ഭീകരൻ, ക്രിസംഗി ഭീകരൻ ജോർജ് കൊച്ചിയിൽ കോൻതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് വെളുപ്പാങ്കാലത്ത് കൊണ്ടുവന്ന് കയറ്റി അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പണ സംബന്ധമായ ഇടപാടുകളിൽ കമ്പിപ്പാരയ്ക്ക് അടിച്ചു കൊന്നു. എത്രയെങ്കിലും പ്രാവശ്യം അടിച്ചു കൊന്നു. അപ്പോൾ ഈ സ്ത്രീ ഹിന്ദു സ്ത്രീയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ ക്രിസംഗിയാണ് അവൻ, സംഘപരിവാറായിരിക്കും മറ്റതും. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ സർക്കാരിന് ചുമ്മാതിരിക്കാൻ ഒക്കില്ലല്ലോ. എന്തായാലും കേസെടുത്താലല്ലേ ഒക്കുള്ളൂ. അളിയനും മച്ചമ്പിയാണല്ലോ സംഘികളും ക്രിസംഗികളും. അവർക്ക് ആരെ വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാം, ആരെയും ബലാത്സംഗം ചെയ്യാം, ആരെയും പിന്നെ കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിക്കാം, പിന്നെ ആരെ വേണമെങ്കിലും കൊല്ലാം. എന്നാൽ ഒരു പ്രശ്നവുമില്ല, ഒരു കേസ് അവർ തമ്മിൽ ഉണ്ടാവില്ല. പക്ഷെ സർക്കാരിന് കേസെടുത്താലല്ലേ ഒക്കുള്ളൂ, അല്ലാതെ നടക്കില്ലല്ലോ. അപ്പൊ എന്ത് ചെറ്റത്തിലും എന്ത് ഭീകരപ്രകൃതിയും ചെയ്യുന്നവരാണ് ഈ കാസയും ക്രിസംഗികളും എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പിന്നെ സംഭവം പോലും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. കാരണം ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇവർ നേരം വെളുക്കുന്നത് തന്നെ, അവർ നേരം വെളുക്കാൻ കാത്തിരിക്കുകയാണ് ക്രിസംഗികളും സംഘികളും. എന്തിനാണ്? മുസ്ലിങ്ങളെ മണ്ടേ ചൊറിയാൻ വേണ്ടി. മുസ്ലിങ്ങളെ ഏതെല്ലാം രീതിയിൽ ഭീകരന്മാരാക്കാനൊക്കെ ആ രീതിയിലെല്ലാം ഭീകര പ്രവൃത്തിയാണ്. അവരങ്ങനെ ചെയ്യും, അവർ രാജ്യത്ത് ഒറ്റുകൊടുക്കും, അവർ രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണെന്നും പറഞ്ഞു. ഇവിടെ ഇതാണ് യഥാർത്ഥ ദേശദ്രോഹികൾ എന്ന് പറയുന്നത്, രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് ഈ കാസക്കാരും ഈ ക്രിസംഗികളും പിന്നെ ഈ സംഘപരിവാർ ശക്തികളുമാണ്. ഈ രാജ്യത്ത് അവർ നശിപ്പിക്കും, ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കും. കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ എണ്ണപ്പെടുന്ന ഒരു സ്ഥാനം ഇന്ത്യക്കുണ്ട്. അത് ഇവിടെയുള്ള കാസക്കാർക്ക് ദഹിക്കുന്നില്ല, ഇവിടെയുള്ള ക്രിസംഗികൾക്ക് ദഹിക്കുന്നില്ല. അത് ഈ സംഘപരിവാറുകാർക്ക് അറിഞ്ഞൂടാതെ, യഹൂദന്മാർക്ക് ദഹിക്കില്ല. കാരണം ഇതിനെ രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല എന്നാണ്. ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ കൊള്ളൂല്ലെങ്കിൽ ഈ രണ്ട് വർഗത്തെയാണ്. അതിൻ്റെ കൂടെ ഈ ക്രിസംഗി പിന്നെ സംഘപരിവാറുകാരെ കൂട്ടണം. കാരണം അവരെ വിശ്വസിക്കാൻ നോക്കില്ല. എന്തായാലും ശരി, അവർ മൂന്നും കൂടെ കൂടി ഈ രാജ്യത്തെ നശിപ്പിക്കും. ഇന്ത്യ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ പോകുന്നത് കാണുമ്പോൾ പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കയ്ക്കും യഹൂദന്മാർക്കും കണ്ണുകടിയാണ്. അത് ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അത് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുകയാണോ എന്ന് പറയാൻ കഴിയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ, തലയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക. നമ്മളെ ഏതെങ്കിലും തരത്തിൽ, അതായത് നിങ്ങൾ കാണാം, നിങ്ങൾക്കറിയാം, ഈ നേരം വെളുത്ത ഉടനെ പിന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയാത്ത ഒരു ക്രിസംഗി ചാനലില്ല. ക്രിസംഗികൾ അങ്ങ് വെച്ച് കാച്ചയാണ്. പാകിസ്ഥാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, ഭീകര രാഷ്ട്രമാണ്, നമ്മളെ കയറി മാന്തിക്കളയും തിന്നുകളയും എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയായാലും എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് കാർ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് എന്തുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ അടിക്കുന്നില്ല എന്നാണ് ഓരോ ക്രിസംഗി ചാനലുകളും ചോദിക്കുന്നത്. എന്തിനാണ്? അവർക്ക് ചിരിക്കണം. ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത, കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ആ വളർച്ചയെ എങ്ങനെ തകർക്കാം, സാമ്പത്തികമായി എങ്ങനെ നശിപ്പിക്കാം എന്നവർ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പിന്നെ നമ്മൾ വെറുതെയാണെന്ന് നമ്മൾ കണക്കാക്കരുത്. ഈ ക്രിസംഗികൾക്കെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നാലും അമേരിക്കയിൽ നിന്നായിരുന്നാലും യഹൂദന്മാരുടെ കയ്യിൽ നിന്നാലും ഫണ്ട് വരുന്നുണ്ട്. നിങ്ങൾ സംഘപരിവാർ ശക്തികളെ നിങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കാൻ വേണ്ടി അവന്മാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യണം. പിന്നെ ഇസ്രയേലിന് പാകിസ്ഥാനിന്റെ പിന്നെ അണുവായുധ പിന്നെ സ്ഥലങ്ങളിൽ അവർക്ക് ബോംബിടണം. എന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അടിക്കണം, ഇന്ത്യയെ സാമ്പത്തികമായി നശിപ്പിക്കണം. അതാണ് അവരുടെ പ്ലാൻ. നമ്മൾ യാതൊരു കാണുന്നത്, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യ യുദ്ധത്തിന് പോകുന്ന രാജ്യമല്ല, ഇന്ത്യ സമാധാനമുള്ള രാജ്യമാണ്. ഈ ലോകത്തെവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാൽ തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുൻകൈയെടുക്കുന്ന നേതൃത്വമാണ് പണ്ട് നമുക്കുണ്ടായിരുന്നത്. ആ നേതൃത്വ ഗുണം നമുക്കിപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഈ ആളുകൾ പറയുന്ന കേട്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ തിരിച്ചാക്രമിക്കണം. അതിന് നമുക്ക് അവകാശമുണ്ട്.
അല്ല നമ്മളെ ആളുകളെ അടിക്കാനായിട്ട് ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് പോയാൽ എല്ലാവരും കൂടെ എടുത്തിട്ട് കൊട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. ഞങ്ങൾ ഈ ഗൾഫിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്കറിയാം സാമ്പത്തികമായ പാകിസ്ഥാന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. ബംഗ്ലാദേശിന്റെ ആയിരുന്നാലും അങ്ങനെ തന്നെ. പക്ഷെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഈ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു രാജ്യത്ത് വസിച്ചവരാണ്, ഒരു രാജ്യമായിരുന്നവരാണ്. അവർ വേർപെട്ട് പോയി, ശരി, അവർ വേർപെട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നല്ലതായി എന്ന് നമ്മൾ കണക്കാക്കുക. അപ്പൊ നമ്മൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടു, നമ്മൾ വിദ്യാഭ്യാസപരമായി മെച്ചപ്പെട്ടു, നമ്മൾ എല്ലാ ഫീൽഡിലും നമ്മൾ മെച്ചപ്പെട്ടവരാണ് ആരെക്കാളും. അപ്പോ ആ അഭിവൃദ്ധി, ആ സമ്പൽ സമൃദ്ധി, ആ പിന്നെ ലോകത്തിന്റെ ഇടയിൽ, പിന്നെ ലോകത്തില് ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള വിലയും നിലയും അത് നമ്മൾ കളഞ്ഞു കുടിക്കരുത് യാതൊരു കാരണവശാലും. ഇന്ത്യ ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. നമ്മളോട് ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ നമ്മൾ തിരിച്ചടിക്കണം, അത് ശരിയായ പാഠം പഠിപ്പിക്കണം. അല്ലാതെ ആരെങ്കിലും ഇപ്പൊ നമുക്കറിയാം കാർ ബോംബ് സ്ഫോടനം നടന്നു. ആരാണ് ആ കാർ കൊടുത്തവൻ? ആരാണ്? ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പിന്നെ സംഘപരിവാറുകാരനാണ് കൊടുത്തത്. അവനെ അറസ്റ്റ് ചെയ്യുകയോ അവനെ ചോദ്യം ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്താണ്? അപ്പോ കാർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് 3 ഡോക്ടർമാരെ അല്ലാതെ വേറൊരാളെ 4 മുസ്ലിങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോയി. NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ബീഹാറിന്റെ ഇലക്ഷൻ സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ ആയി, എല്ലാം ഓക്കെ ആയി. അവർ 4 പേരും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു വെറുതെ വിട്ടു. കേരളത്തിൽ എത്ര ചാനലുകളാണ് അതായത് ആദ്യം കൊടുത്ത പ്രാധാന്യത്തോടു കൂടി ഇത് കൊടുത്തിട്ടുള്ളത്? ആരും കൊടുത്തില്ല. സംഖ്യകളും കൊടുത്തില്ല, ക്രിസംഖ്യകളും നിർബന്ധമായിട്ടും കൊടുക്കില്ല. അപ്പോ പിന്നെ ഒരു ഡോക്ടറെ പിടിച്ച്, ഒരു ഹിന്ദു യുവതിയെ, എന്നിട്ട് ആ ഹിന്ദു യുവതിയുടെ പേര് ആരും പറയുന്നില്ല. അപ്പോ വേറൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ട് അത് പറയുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ശരി, മുസ്ലിങ്ങളെ മണ്ടയ്ക്കിട്ട് കയറണ്ട. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശദ്രോഹികളാ, രാജ്യദ്രോഹികളാ, ഭീകരപ്രവർത്തികളാ ചെയ്യുന്നവരല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും ചേർന്ന് ആരെങ്കിലും പിന്നെ തലച്ചിലി ഇളക്കി വിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ചെയ്യിക്കുന്നെങ്കിലേ ഉണ്ട്. അങ്ങനെയുള്ള മതഭ്രാന്തന്മാരുണ്ടെങ്കിൽ തന്നെ, അതായത് ശരിയായ ഒരു മുസ്ലിം വിശ്വാസി, ഇസ്ലാമിക വിശ്വാസി, ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഞ്ചനയും ചതിയും കൂട്ടിക്കൊടുപ്പും ഒറ്റുകൊടുപ്പും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹറാം, അത് നമുക്ക് നിഷിദ്ധമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ, ഇവിടെ ആളുകൾ പ്രചാരണം നടത്തുന്നത്, ആരാണ് പ്രചാരണം നടത്തുന്നത്? ക്രിസംഖികളും സംഘികളുമാണ് പ്രചാരണം നടത്തുന്നത്. അവർ സ്വർഗത്തിൽ പോകും, ഹൂറികളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യുന്ന സ്വർഗത്തിൽ പോവില്ല. അതായത് സ്വന്തം അവന് കൊടുത്ത ഈ ജീവൻ എന്ന് പറയുന്ന ദൈവം തമ്പുരാൻ കൊടുത്ത ആ ജീവൻ അവന് സ്വയം നശിപ്പിക്കാൻ അവകാശമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ നരകത്തിലാണ്, കാലാകാലം നരകത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മുസ്ലിങ്ങളെ മണ്ടയിൽ ചൊറിയാൻ വേണ്ടി പല ശക്തികൾ, ഇവിടെ പല ശക്തി വേറെ ആരാണ്? ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് പിന്നെ അവർ കൊണ്ടു നടക്കുന്ന പറയുന്നത് ഈ ക്രിസംഖികളും സംഖ്യകളാണ്. അല്ലാതെ സാധാരണക്കാരായ ഹിന്ദു സഹോദരങ്ങൾക്കോ സാധാരണക്കാരായ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കോ മുസ്ലിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. പക്ഷെ ഈ പറഞ്ഞ് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ മുസ്ലിം ഭീകരരെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിലും മനസ്സിലായി ഭീകരന്മാരും ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരും ഈ RSSകാരും സംഘപരിവാർ ശക്തികളും ഈ ക്രിസംഖികളുമാണെന്ന് മനസ്സിലായി. അവരൊരു മുന്നണിയാണ്. എന്തായാലും ശരി, ആ സ്ത്രീയ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുന്ന വേറെ കാര്യമാണ്. കൊച്ചിയിൽ കോൺതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവര് ഭാര്യ 2 കുട്ടികളും ഉള്ളവനാണ്. അവന് 61 വയസ്സായി. അവനൊക്കെ ഇപ്പൊ പോയതെന്ന് പറയുന്നത് പിന്നെ പൊൻകുന്നത്ത് അവന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിരുന്നു. ആ മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവനും അവന്റെ ഭാര്യയായിട്ട് പോയിരുന്നു. അവന്റെ മകൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കാസ ക്രിസംഖിയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയ. 10-30 വയസ്സ് വരുമെന്നാണ് പറയുന്നത്. പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ശരി, കൊണ്ടുവന്ന് അവന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കമ്പിപ്പാലയ്ക്ക് അടിച്ചു കൊന്നു. എത്രയെങ്കിലും അടിച്ചു കൊന്നു എന്നാണ്. എന്നിട്ട് അവൻ അതിൽ കാവലിരിക്കുകയാണ്. കാവലിരുന്നിട്ട് അവൻ പല വീടുകളിലും കയറി ഇറങ്ങി ചാക്കം സംഘടിപ്പിച്ച് പട്ടി എത്തുന്നു പറഞ്ഞിട്ട്. അപ്പോ ഇത്ര വൃത്തികെട്ട മനസ്സുള്ളവന്മാരാണ് ഈ നാട്ടില്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നെ ഭീകര പ്രവൃത്തി ചെയ്തത് ക്രിസ്ത്യാനിയാണ്.
സാധാരണക്കാരായ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കോ മുസ്ലിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. പക്ഷെ ഈ പറഞ്ഞ് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ മുസ്ലിം ഭീകരരെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിലും മനസ്സിലായി ഭീകരന്മാരും ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരും ഈ RSSകാരും സംഘപരിവാർ ശക്തികളും ഈ ക്രിസംഖികളുമാണെന്ന് മനസ്സിലായി. അവരൊരു മുന്നണിയാണ്. എന്തായാലും ശരി, ആ സ്ത്രീയ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുന്ന വേറെ കാര്യമാണ്. കൊച്ചിയിൽ കോൺതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവന് ഭാര്യ 2 കുട്ടികളും ഉള്ളവനാണ്. അവന് 61 വയസ്സായി. അവനൊക്കെ ഇപ്പൊ പോയതെന്ന് പറയുന്നത് പിന്നെ പൊൻകുന്നത്ത് അവന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിരുന്നു. ആ മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവനും അവന്റെ ഭാര്യയായിട്ട് പോയിരുന്നു. അവന്റെ മകൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കാസ ക്രിസംഖിയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയ. 10-30 വയസ്സ് വരുമെന്നാണ് പറയുന്നത്. പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ശരി, കൊണ്ടുവന്ന് അവന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കമ്പിപ്പാലയ്ക്ക് അടിച്ചു കൊന്നു. എത്രയെങ്കിലും അടിച്ചു കൊന്നു എന്നാണ്. എന്നിട്ട് അവൻ അതിൽ കാവലിരിക്കുകയാണ്. കാവലിരുന്നിട്ട് അവൻ പല വീടുകളിലും കയറി ഇറങ്ങി ചാക്കം സംഘടിപ്പിച്ച് പട്ടി എത്തുന്നു പറഞ്ഞിട്ട്. അപ്പോ ഇത്ര വൃത്തികെട്ട മനസ്സുള്ളവന്മാരാണ് ഈ നാട്ടില്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നെ ഭീകര പ്രവൃത്തി ചെയ്തത് ക്രിസ്ത്യാനിയാണ്. അറിയാമല്ലോ, കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. വേറെ ആരും ഇവിടെ ബോംബ് സ്ഫോടനം നടത്തിയിട്ടില്ല. പിന്നെ ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരനാരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരനാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ആരാണവൻ? RSSകാരനാണ്. ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവൻ RSSകാരൻ. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നവൻ ആരാണ്? മുസ്ലിമാണ്? അല്ല, ഇന്ത്യൻ സിഖുകാരനാണ് വെടിവെച്ച് കൊന്നത്. രാജീവ് ഗാന്ധിയെ പിന്നെ ബോംബ് സ്ഫോടനം നടത്തി കൊന്നതാണ്. അവരൊന്നും ഭീകരന്മാരല്ല. അപ്പോ ഭീകര പ്രവൃത്തികൾ ഇന്ത്യ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളതെല്ലാം സംഘികളോ ക്രിസംഘികളോ ആണ്, അല്ലാതെ മുസ്ലിങ്ങളല്ല. അത് മനസ്സിലാക്കണം. ഇവിടുത്തെ അതായത് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കണം. മുസ്ലിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ. ഇപ്പൊ അടുത്തതായിട്ട് ലേറ്റസ്റ്റ് വന്നത് ഇതാ ഇവിടെ വെമ്പായം തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പിന്നെ ഒരു സ്ത്രീ ഇംഗ്ലണ്ടിൽ ആരുമായിട്ടാ താമസിക്കുന്നു. ആ സ്ത്രീ ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എപ്പോഴും ഇങ്ങനെയാണ്. അതായത് സിറിയയിൽ ആട് മേയ്ക്കാൻ പോകുന്നു. ആട് മേപ്പാണ് സിറിയയിലെ ജോലി. എന്തൊക്കെയാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി പുരുഷൻ ആദ്യം ഇസ്ലാം മതം സ്വീകരിക്കും. എന്നിട്ട് അവൻ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് മുസ്ലിമായിട്ട് അഭിനയിക്കും. അവൻ മുസ്ലിമാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിക്കും. എന്നിട്ട് അവൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം കഴിച്ച് അവളെ കൂടെ ആ മതത്തിൽ ചേർത്ത്. അപ്പോൾ രണ്ടുപേരും മുസ്ലിങ്ങൾ. എന്നിട്ട് അവര് ആടിനെ മേയ്ക്കാൻ പോകും. എവിടെ? സിറിയയിൽ ആട് മേയ്ക്കും. അപ്പൊ ഈ ചരിത്രം എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് എത്രയോ പേരെ കണക്കൊക്കെ ഇവിടെ കുറെ അച്ഛന്മാരും പിന്നെ കുറെ കന്യാസ്ത്രീകളും കുറെ ക്രിസംഗികളും കുറെ സംഘപരിവാറുകാരും ഇങ്ങനെ വിടുന്നുണ്ട്. എത്രയോ പേരെ അങ്ങനെ ആട് മേയ്ക്കാൻ കൊണ്ടുപോയി അവിടെ ഭീകര പ്രവൃത്തി ചെയ്യുകയാണ്, അവിടെ ISIS ചേർക്കുകയാണ്. എന്തൊക്കെ കഥകളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. മനുഷ്യരായ കുറെയൊക്കെ ലജ്ജ വേണ്ടേ? എന്ന് സിറിയയിലെ ആളുകൾക്ക് ആട് മേപ്പാണ് ആ ജോലി. അത് എങ്ങനെ? ആട് മേയ്ക്കാൻ ഡയറക്റ്റ് പോവില്ല, ശ്രീലങ്കയിൽ പോകും. ആദ്യം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ പോകും, പിന്നെ അവിടെ നിന്നാണ് ആട് മേയ്ക്കാൻ പോകുന്നത്. ഇതൊക്കെ ചുമ്മാണ്, കെട്ടുകഥകളാണ്, പറഞ്ഞുണ്ടാക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് സിറിയയിൽ നേരിട്ട് പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഗൾഫിൽ ഇറങ്ങി പൊയ്ക്കൂടെ? ശ്രീലങ്കയിൽ പോണെന്തിനാണ്? ഇതൊക്കെ വെറും ബഡായികളാണ്. അതായത് വെറുതെ എങ്കിലും കള്ളം പടച്ചുണ്ടാക്കുകയാണ്. അതുപോലെയാണ് ഇപ്പൊ ഈ വെമ്പായത്തെ പ്രശ്നം. ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് ISൽ പോണമെന്ന് ആ ചെറുക്കനെ 15 വയസ്സെന്ന് പറയുന്നത്, 16 വയസ്സെന്ന് പറയുന്നത്, 18 വയസ്സെന്ന് പറയുന്ന പയ്യനെ മദ്രസയെ കൊണ്ടുചേർത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ മദ്രസയെ ചേർക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിൽ നടത്തിയ പയ്യനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഏതോ ഒരു മദ്രസ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വിഡ്ഢിത്തമാണ്. ഇതൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ. ഇനിയിപ്പോ പല പിന്നെ പഞ്ചായത്ത് ത്രിതല ഇലക്ഷനൊക്കെ വരെയല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഇവിടെ പടച്ചുണ്ടാക്കി കള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിനൊന്നും ഈ സർക്കാർ ശക്തമായ നടപടിയെടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ സിറിയയിൽ ആട് മേയ്ക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പെണ്ണുങ്ങളെ അവരുടെ മാതാപിതാക്കളെ കണക്കിങ്ങോട്ട് എടുക്കണം. എവിടെയാണ് സിറിയയിൽ, എങ്ങനെയാണ് പോയത്, അവരുടെ പാസ്പോർട്ട് എവിടെ, അവിടെ എങ്ങനെ വന്നു, ഏത് രീതിയിൽ പോയി, ഏത് ജാതിയാണ്, ഇതൊന്നും കേരള ഗവൺമെന്റോ ഇവിടുത്തെ പോലീസോ അന്വേഷിക്കുന്നില്ല. എന്ത് NIA അന്വേഷിക്കാത്തത്? അതെന്താ അന്വേഷിക്കാത്തത്? ഇവിടെ ഇപ്പൊ ഈ ക്രിസംഗികളും സംഘപരിവാറും NIA വരുന്നുണ്ട്. കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല. ISൽ ആളിലെ ചേർക്കുകയാണ്. ISൽ എന്ത് റിക്രൂട്ട് ചെയ്യുന്ന തിരുവനന്തപുരത്താ? ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ അങ്ങ് സിറിയയിൽ പോയാൽ പോരെ?
ISL റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ പോരെ. അപ്പൊ ഇവിടെ വരുന്ന എന്തിന്, തിരുവനന്തപുരത്ത് വരുന്ന എന്തിന്? അപ്പൊ ഇതൊക്കെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്. അത് മനസ്സിലാക്കി ഇവിടുത്തെ നടപടികൾ, ശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഉത്തരവാദിത്തപരമായി യാതൊരു പരിപാടി ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട പരിപാടികളാണ്. ഇത് ആരാണ് ഈ വാർത്ത കൊടുക്കുന്നത്? ആ വാർത്ത ഉള്ളവനെ പിടിക്കുക. അപ്പൊ ആരൊക്കെയാണ് ആട് മേയ്ക്കാൻ പാടുക? നിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, എടുക്കുക. അല്ലെ പിന്നെ നീ ന്യൂസ് കൊടുത്തതിന് പിടിച്ചോണ്ട് വയ്ക്കൂടെ, ചെയ്തൂടെ? ഈ ഇവിടെ കള്ളവും കാവഡ്യവും അത്രയും പടർത്തുന്നത്, ഒന്ന് മറുനാടൻ, 2 ഷേഖിന, 1 കർമ്മ ന്യൂസ്, പിന്നെ 1 ഒരു ABC എന്ന് പറയുന്നത്, ഒരു ഇന്ത്യ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഷായസ്കറി ആയിരുന്നാലും വടയാൾ സുനിൽ ആയിരുന്നാലും തെമ്മാടിത്തരവും ഭീകരതയും അവന്മാർ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇല്ലാത്ത ഭീകരത അവർ ഉണ്ടാക്കുകയാണ്. ജനങ്ങളെ ഭയവിഹുലരാക്കുകയാണ്. മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, മറ്റതാണ്. മുസ്ലിങ്ങൾ എന്ത് ഭീകര പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഇവിടെ ചെയ്തിട്ടുള്ള ഭീകര പ്രവൃത്തികൾ കംപ്ലീറ്റ് മനുഷ്യരെ കൊല്ലുന്നതും അതും ഇതും ഒക്കെ ഒന്നീ RSSകാരായിരിക്കും, അല്ലെങ്കിൽ ക്രിസംഖികളായിരിക്കും. ചെയ്യുന്നതെല്ലാം അവർ തന്നെയാണ്. എന്നിട്ട് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. ഈ കളമശ്ശേരി സ്ഫോടനം നടന്നപ്പോഴും പറഞ്ഞത് മുസ്ലിങ്ങളെ. അവസാനം മറ്റൊരു അച്ചായനെ കിട്ടിയപ്പോഴത്തേക്ക് അത് തീർന്നു. അവൻ പിന്നെ ഒരു പ്രശ്നമില്ല. ബാംഗ്ലൂരല്ല, മാംഗ്ലൂർ, അതായത് മംഗലാപുരത്ത് എയർപോർട്ടിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ച് അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ കംപ്ലീറ്റ് പിടിച്ചോണ്ട് പോയി. അവസാനം ആരാണ്? ഒരു ഹൈന്ദവനായിരുന്നു, അവൻ സംഘപരിവാരപ്പെട്ടവനായിരുന്നു. അവനാണ് കൊണ്ടുവന്ന് ബോംബ് വെച്ചത്. അവനെ പിടിച്ചപ്പോഴത്തേക്ക് അവസാനം അവൻ പറഞ്ഞത് നല്ല വിവരമുള്ള എഞ്ചിനീയർ ആണ് അവൻ. അവന് തലക്കേസ് കൊണ്ടു. തലക്കേസ് കൊണ്ടുള്ളവന്മാരെല്ലാം എയർപോർട്ടിൽ ബോംബ് ചെയ്യുന്നു. ആ കേസ് അങ്ങനെ പോയി. അപ്പൊ NIA ഇല്ല, വേറെ ഒന്നുമില്ല, പട്ടാളമില്ല, പോലീസില്ല, ഒന്നുമില്ല. അപ്പൊ മുസ്ലിങ്ങളാ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് പരിശീലനം നേടി, അല്ലെങ്കിൽ IS പരിശീലനം കൊടുത്തു, സിറിയയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് തെമ്മാടിത്തരവും ഈ ആവശ്യമില്ലാത്ത കാവഡ്യവും കളവും പറഞ്ഞ് നമ്മളെ ഈ കേരളത്തിലുള്ളവരെ ഇല്ലാത്ത പ്രശ്നത്തിൽ അവർ ഉണ്ടാക്കുകയാണ്. അതായത് മനുഷ്യന് സമാധാനമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നവർ. ഇവര് നമ്മുടെ നാട്ടിന് കുളം തോണ്ടും. കാരണം ഈ നമ്മുടെ കേരളത്തിന് പ്രത്യേകമായ ഒരു വിലയും നിലയുണ്ട്. എല്ലാ സ്ഥലത്ത് പോയാലും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്കാരവും ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സംഖ്യക്ക് ഇവിടെ ഒരു വിലയില്ല, ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞതിന് സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുത്ത് ആരൊക്കെയാണെന്നറിയാല്ല, ഇവിടുത്തെ പോലീസ് ഓഫീസർമാരും മറ്റവന്മാരും മറിച്ചവന്മാരും കൂടെ ചേർന്ന് അതിന് പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. എന്തായാലും ശരി, അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത്. കേരളത്തിൽ നിന്ന് അവന്മാർക്ക് യാതൊരു കാരണവശാലും ഒരു സീറ്റ് കിട്ടരുത്. അതിനിപ്പോ കോർപ്പറേഷൻ ആവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്ത് ആവട്ടെ, ഇവരെ ഒന്നും അടുപ്പിക്കരുത്. അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തലയ്ക്ക് പിടിക്കുകയാണ്. അവർ എന്ത് ഹറാമ്പറമ്പും കാണിക്കും, എന്ത് കൊള്ളരുതായ്മയും കാണിക്കും. അത് മനസ്സിലാക്കി ജനങ്ങളും ഇവിടെയുള്ള വോട്ടർമാരും സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും നമ്മളിവിടെ സമാധാനമായിട്ട് കഴിയാം. നമുക്ക് പരസ്പരം സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ നന്മയും നാടിന്റെ ക്ഷേമവും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കണമെന്നും നാടിന് വേണ്ടി പടവരുത്തണമെന്നും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പടവരുത്തണമെന്നും ഇങ്ങനെയുള്ള ഈ സംഘപരിവാർ ശക്തികളെ നമ്മൾ ഒതുക്കണമെന്നും അവരെ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റായ കുറ്റങ്ങളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുമാണ് എനിക്ക് ഇവിടുത്തെ നാട്ടുകാരോട് പറയാനുള്ളത്. നമ്മൾ പണ്ട്, അതായത് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത്? കുട്ടികളായിരിക്കും നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ കുട്ടികൾ സഹോദരങ്ങളായിട്ട് എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്ന് നമ്മൾ അത് ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കില്ല. മുസ്ലിം കൊണ്ടുവരുന്നതാണ്, ക്രിസ്ത്യാനി കൊണ്ടുവന്ന് അതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്, അതിന് മറ്റത് പുരട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അവര് സ്നേഹം നടിക്കും, അങ്ങനെ കൊണ്ടുപോകും, മറ്റത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമുക്കില്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് വരരുത്. നമ്മൾ പണ്ട് കഴിഞ്ഞത് എങ്ങനെയാണ് അതുപോലെ കഴിയാനായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മളെ വിദ്യാർത്ഥി സമൂഹമാണ്, ഭാവി തലമുറയാണ്, അവരാണ് ഇതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടത്. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ മാതാപിതാക്കളുടെ മക്കളാണെന്നും നമ്മുടെ സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ ആദമിന്റെയും ഹവ്വായുടെയും ഏതിൽ നിന്നാലും കുഴപ്പമില്ല. കാരണം അതിനിപ്പോ വിശ്വസിക്കുന്നതാണെന്നൊന്നും നിർബന്ധമില്ല. കാരണം യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ആ പരമ്പര എന്നാണ്. ഇപ്പൊ ആരായാലും ശരി കുഴപ്പമില്ല, എങ്ങനെയായാലും ശരി നമ്മൾ സഹോദരങ്ങളെ പോലെ കഴിയണമെന്നും ഈ നാടിന്റെ ഐശ്വര്യവും അതിന്റെ
നന്മയുമായിരിക്കണം, ജനങ്ങളുടെ നന്മയായിരിക്കും നമ്മുടെ ലക്ഷ്യമെന്നും ഉള്ള ഒരു ബോധം ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. ഭാവി തലമുറ സുരക്ഷിതമായിരിക്കണമെങ്കിൽ പിന്നെ ജനാധിപത്യവും പിന്നെ മതേതരത്വം ഇവിടെ നിലനിൽക്കണമെങ്കിലും അതിനുവേണ്ടി ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹം ശ്രമിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.